ഉത്തർപ്രദേശിലെ അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രണ്ട് മണ്ഡലങ്ങളും സന്ദർശിച്ചെന്നും രണ്ടിടത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം വളരെ പോസിറ്റീവ് ആണെന്നുമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. കഴിഞ്ഞ 35 വർഷമായി അമേഠിയിലും റായ്ബറേലിയിലും പ്രവർത്തിക്കുന്ന രണ്ട് മണ്ഡലങ്ങളെയും നന്നായി അറിയുന്ന വ്യക്തിയാണ് അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കിഷോരി ലാൽ ശർമ്മ എന്ന് പറഞ്ഞ നേതാവ്. റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കാൻ കാരണം മണ്ഡലത്തോടുള്ള ആഴമായ വൈകാരിക അടുപ്പം കൊണ്ടാണ് എന്നും ചൂണ്ടിക്കാട്ടി. മോദി, വാജ്പേയി, അദ്വാനി, ഇന്ദിരാഗാന്ധി തുടങ്ങിയ നേതാക്കളെല്ലാം രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചവരാണ്. അതിനാൽ രാഹുൽ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയാണ് KC വേണുഗോപാൽ. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ട കേരളത്തിലെ ഏക മണ്ഡലമാണ് ആലപ്പുഴ. 2009 2014 വിജയിച്ച സീറ്റ് നിലനിർത്തണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രാജ്യസഭയിൽ 2 വർഷം കൂടി ബാക്കി നിൽക്കെ വേണുഗോപാൽ ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും റായ്ബറേലിയിൽ വളരെ പ്രതീക്ഷയോടെയാണ് രാഹുൽ ഇക്കുറി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അതേസമയം ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചത് അമേഠിയിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതേസമയം 2004 മുതൽ 2019 വരെ തുടർച്ചയായി 3 തവണ രാഹുൽ ഗാന്ധി അമേഠിയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. BJP നേതാവും അമേഠിയിൽ നിന്നുള്ള സിറ്റിംഗ് MPയുമായ സ്മൃതി ഇറാനിക്കെതിരെ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. നിലവിൽ കേരളത്തിലെ വയനാട് മണ്ഡലത്തെയാണ് രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് മുൻപ് അദ്ദേഹത്തിന്റെ അമ്മയും മുൻ കോൺഗ്രസ് അധ്യക്ഷയുമായ സോണിയാഗാന്ധി 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ അമേഠിയെ പ്രതിനിധീകരിച്ചിരുന്നു. സോണിയാഗാന്ധിക്ക് മുൻപ് സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും ഈ സീറ്റിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. റായ്ബറേലിയാകട്ടെ 2004 മുതൽ 2024 വരെ ഏകദേശം 2 പതിറ്റാണ്ടുകളായി സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ വർഷമാദ്യം അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷ പറഞ്ഞിരുന്നു. പിന്നീട് അവർ രാജ്യസഭയിലേക്ക് മാറി. അതേസമയം ഇന്ത്യൻ ബ്ലോക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടുകയും സംസ്ഥാനത്ത് 17 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. SPയുമായുള്ള സീറ്റ് വിഭജന പ്രകാരം റായ്ബറേലി, അമേഠി, കാൺപൂർ നഗർ, ഫത്തേപൂർ സിക്രി, ബാസ്ഗാവ്, സഹരൻപൂർ, പ്രയാഗ്രാജ്, മഹാരാജ് ഗഞ്ച്, അമ്രോഹ, ഝാൻസി, ബുലന്ദ് ഷഹർ, ഗാസിയാബാദ്, മഥുര, സീതാപൂർ, ബരാഭംഗി, ദിയോറിയ എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് UP സംസ്ഥാന അധ്യക്ഷൻ അജയ് റായിയെ മത്സരിപ്പിച്ചതും ശ്രദ്ധേയമാണ്. ഏതായാലും എല്ലാം ചേർത്ത് NDAക്ക് 3ാം ഘട്ടത്തിൽ 20 സീറ്റ് നഷ്ടമാകാം. അതുവഴി തെരഞ്ഞെടുപ്പ് ആരംഭത്തിൽ ആരുടെയും ഭാവനയില്ലാത്ത ഒരു കാര്യം നാം കണക്കുകൂട്ടുന്നു. അതായത് NDAക്ക് 272 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ സാധിക്കാതെ വരും.